ഇപ്പോൾ എന്താ വീട്ടിലെ അവസ്ഥ? ഈ കടക്കാർ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ പത്മജ? കടക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സാറേ. കടക്കാർ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ അവർക്ക് അവരുടെ എന്താ ഞാൻ പറയേണ്ടത് അറിയില്ല. വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഞാനും സാധാരണ ഒരു സ്ത്രീയാണ്. എനിക്ക് പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇടയ്ക്ക് ഞാനും പതറിപ്പോവും. ഞങ്ങളല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലാണോ ഇവർക്ക് ഇനി കണ്ണ് തുറക്കുള്ളൂ ഈ കോൺഗ്രസ്? എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നീതി തരാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അല്ല, അങ്ങനെ ആലോചിക്കേണ്ട. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കിടന്ന് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ശരിയാണ്, ഇത് എങ്ങനെ പരിഹരിക്കണം, ഇത് എന്താണ് പറയേണ്ടത് പോലും എനിക്കറിയില്ല. കാര്യം ഈ 2 കോടി രൂപയുടെ ബാധ്യതയിൽ 30 ലക്ഷമേ നിറവേറ്റിയിട്ടുള്ളൂ. ഇനി ആ വീടിൻ്റെ മാത്രം ഒരു 60 ലക്ഷം രൂപയോ മറ്റോ ഉണ്ട്. അത് പാർട്ടി ചെയ്തു തരാമെന്ന് പറയുന്നു. പക്ഷേ അത് കാലതാമസം ഉണ്ടായെന്ന് പറയുന്നു. ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. ആ അർത്ഥത്തിൽ ഇപ്പോൾ വിജീഷിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? വിജീഷ് ഇപ്പം ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എനിക്കൊന്നു അദ്ദേഹവും വളരെ വൈകാരികമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. അത് വക്കീലിനോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ആ എഗ്രിമെൻ്റ് പോലും യഥാർത്ഥത്തിൽ നിങ്ങളെ പറ്റിച്ച് കൈക്കലാക്കിയിരുന്നു, അല്ലെങ്കിൽ കൈക്കലാക്കി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇത് അന്ന് അവർ നമ്മളെടുത്ത പ്രിയങ്ക ഗാന്ധി ബത്തേരി വന്ന സമയത്ത് നമ്മളെ കാണാൻ സമ്മതിക്കാത്ത ഭയങ്കര ഒരു ഇഷ്യൂ ആയ സമയത്ത് പിറ്റേ ദിവസം തന്നെ അവർ കൽപ്പറ്റയ്ക്ക് വിളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വക്കീലിൻ്റെ അടുത്താണ് പറയുന്നത്, പാർട്ടി ചെയ്തു കൊടുക്കും, ഇവർക്കും ഒരു വിശ്വാസക്കേട് ഉണ്ടാവാം, അതുകൊണ്ട് അവരെ ഒന്ന് വിശ്വസിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഒരു എഗ്രിമെൻ്റ് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൽപ്പറ്റ MLA നമ്മളെ ഇരുത്തിയിട്ട് ആ എഗ്രിമെൻ്റ് എഴുതിപ്പിക്കുന്നത്. ആ എഗ്രിമെൻറ്റിൽ വീടിൻ്റെ പട്ടയമായി അവരെടുത്തു തരുള്ളൂ, ബാക്കി ഒരു 5 ലക്ഷം രൂപയും ക്യാഷായിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും സാറ് ഓർക്കേണ്ട ഒരു കാര്യം, ബാക്കി ഒരു വലിയൊരു എമൗണ്ട് ഇപ്പുറത്ത് കിടക്കുകയാണ്. എന്നാലും അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് കിട്ടുന്നതാണെങ്കിൽ അത്, അല്ലാതെ ഈ 60 ലക്ഷം രൂപയും കൊടുത്തിട്ട് ഇനി വേറൊരു ഈ പട്ടയം നമുക്ക് എവിടെ നിന്ന് എടുക്കാനാ? നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് ഞങ്ങൾ അതിന് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞ കാര്യമാണ്, നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ ഇത് വേണ്ട, വക്കീലിൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ സാധനം നമ്മളത് അവരെ വിശ്വസിച്ചുകൊണ്ടല്ലേ അവിടെ വെച്ചിട്ട് പോരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത്, ഞാനന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ പറഞ്ഞോളൂ. ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മാറി മാറി അവരെ വിളിച്ചിട്ട് 3:30 മണി മുതൽ 8:30 മണി വരെ, എൻ്റെ അതിനകത്ത് കോൾ ഹിസ്റ്ററി ഉണ്ട്, 3:30 മണി മുതൽ 8:30 മണി വരെ മാറി മാറി വിളിച്ചിട്ട് അവരാദ്യം പറഞ്ഞു ഒരു 7000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നപ്പോഴും ഞാൻ ചോദിച്ചു 7000 ഡിസ്കൗണ്ട് ചെയ്താലും ബാക്കി എമൗണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പിന്നെ അവർ ശ്രീകാന്ത് ആണെന്ന് പിന്നെയും ഫോൺ എടുത്തുകൊണ്ടിരുന്നത്, അതായത് MLAയുടെ PA. സാറിൻ്റെ അടുത്ത് പറയാം എന്നും പറയാതെ ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് 2-3 മണിക്കൂർ ഒരു രോഗിയായിട്ടുള്ള ഒരാളെയും കൊണ്ട് എന്ത് ചെയ്യണം? ബാങ്ക് ടൈമുകളെല്ലാം കഴിഞ്ഞു, എങ്ങനെ ബില്ലടയ്ക്കും? ഒന്നാമത് വേറൊരു ജില്ലയിലുള്ള ഹോസ്പിറ്റലാണ്, ആരെയും എനിക്ക് അവിടെ പരിചയമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിമിഷത്തിൽ കൂടി അന്ന് സമയത്ത് കടന്നുപോയത്. ആരും ഹെൽപ്പിനില്ല എന്ന് പറഞ്ഞൊരവസ്ഥ അന്ന് എനിക്ക് മനസ്സിലായി. ഇനി നാളെ പിറ്റേന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരിത് ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ ഞാൻ കൽപ്പറ്റയിൽ പോകുന്നത്. അപ്പോഴാണ് വക്കീൽ പറയുന്നത് അത് ഓൾറെഡി മേടിച്ചു കൊണ്ട് പോയല്ലോ. അപ്പോൾ ഞാൻ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചതെന്ന് വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞത്, ഇത്രയും കാലമായതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്, അത് 2 ദിവസം കൊണ്ട് തന്നെ PA വന്ന് മേടിച്ചു. സാറൊന്ന് വിചാരിച്ചോ ആ സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ. ഉറപ്പുകളും പാലിക്കപ്പെടുന്നില്ല, ആ അവസ്ഥയാണ്. ഇപ്പോൾ ND അടക്കമുള്ള DCC ഭാരവാഹികൾ ആരെങ്കിലും പത്മജ ഈ വിജേഷ് ഹോസ്പിറ്റലായപ്പോഴോ ഈ ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴോ ഒക്കെ പിന്നീട് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അവരിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ആകെ കൂടെ നമ്മളെ വിളിക്കുന്നത്, എപ്പോഴെങ്കിലും വിളിക്കുന്നതും 10 പ്രാവശ്യം വിളിച്ചാൽ 1 പ്രാവശ്യമെങ്കിലും എടുക്കുന്നതും സിദ്ദീഖ് എന്ന് പറഞ്ഞ MLA ആയിരുന്നു. കാരണം നമ്മളുടെ കാര്യങ്ങൾ അവർക്കാണ് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചാൽ എപ്പോഴെങ്കിലും എടുക്കുന്നത് അവരായിരുന്നു. അവർ വരികയും കാര്യങ്ങൾ കാണുകയും ചെയ്തു. അതാണ് എനിക്ക് ഇത്രയും വിഷമം. കാരണം വന്ന് ഹോസ്പിറ്റലിലത്തെ സിറ്റുവേഷൻ അവർ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്നതാണ് തോന്നുന്നത്. എന്തായാലും ഈ ഫീസ് അടയ്ക്കും, ആശുപത്രിയിലെ പൈസ അടയ്ക്കും എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ എന്തായാലും പത്മജ ടെൻഷൻ അടിക്കേണ്ട. അത് സിദ്ദിഖ് എനിക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ്. അത് സിദ്ദിഖ് തന്നെ അടച്ചോളും എന്ന് സിദ്ദിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സിദ്ദിഖ് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇനി പാർട്ടിയുടെ ഒരു ഉറപ്പ് വേണം. KPCC സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ ഇടപെടണം എന്നതാണോ ആവശ്യം പത്മജ?
പത്മജ കേൾക്കാമോ? ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. ഓക്കെ പത്മജ, അല്ല KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ വിഷയത്തിൽ ഒന്നുകൂടി ഇടപെടണം, അതിനുള്ള ഉറപ്പ് പെട്ടെന്ന് തന്നെ ഈ ബാധ്യതകൾ ഏറ്റെടുത്ത് അത് നിറവേറ്റണം എന്ന് തന്നെയാണോ പത്മജ ആവശ്യപ്പെടുന്നത്? സാറേ, ഞങ്ങൾക്ക് അവകാശപ്പെട്ട അവർ ചെയ്തിരുന്ന ഔദാര്യമല്ല. കാരണം അച്ഛൻ്റെ കത്തിൽ അച്ഛൻ വ്യക്തമായിട്ട് എഴുതി വെച്ചതാണ്. അച്ഛൻ ഈ വീടിരിക്കുന്ന പട്ടയം എന്തിനാണ് വെച്ചതെന്ന് അച്ഛൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അത് അവർ ഞങ്ങൾക്ക് തിരിച്ചെടുത്തു തരാമെന്നുള്ളത് അവരുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് KPCCന് മുന്നിൽ പോയിട്ട് നിരാഹാരം ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി. അല്ലാതെ ഇനി എൻ്റെ കുട്ടികൾക്കൊരു കിടപ്പാടം അത് അത്യാവശ്യമാണ്. അല്ല തീർച്ചയാണ്. ബാക്കിയൊന്നും അവർ ചെയ്തു തരുന്നില്ല, ചെയ്തു തരണ്ട. ഞാൻ അവരോട് അവരുടെ ഔദാര്യം പട്ടയമെങ്കിലും എടുത്തു തരണം പാർട്ടി, അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിരാഹാരം ഇരിക്കും. അതെ 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 തീർച്ചയായിട്ടും. കാരണം അത് അച്ഛൻ എഴുതി വെച്ചതാണല്ലോ. എന്തിന് വെച്ചു, ആര് പറഞ്ഞിട്ട് വെച്ചു, ഏത് ബാങ്കിൽ വെച്ചു, എത്ര എമൗണ്ടിനാണ് വെച്ചത്, ഏത് വർഷമാണ് വെച്ചത് എന്നുള്ളതെല്ലാം വ്യക്തമാക്കി ഒരാൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആളുടെ മരണക്കുറിപ്പിലാണ് അത് എഴുതി വെച്ചത്. അതിന് ഇവർക്ക് വിശ്വാസമില്ലേ? അത് എടുത്തു തരേണ്ടത് അവരുടെ മര്യാദയല്ലേ, കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മര്യാദയല്ലേ ഇത്? തീർച്ചയായിട്ടും പത്മജ, അത് നമുക്ക് അധികാരികളോട് ചോദിക്കാം. കോൺഗ്രസ് അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ മറുപടി പറയട്ടെ. ഇന്ന് മറുപടി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിദ്ദിഖ് എന്തായാലും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ, അതെടുത്തു നൽകും. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാകും പത്മജ. എന്തായാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, വിജേഷിനെ ഒന്ന് നന്നായി പരിചരിക്കൂ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ അത്ര ഭേദപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. നമുക്ക് കോൺഗ്രസിലെ അധികാരികളോടും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ അടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി കൊടുത്ത ഉറപ്പാണ്, അത് വക്കീലിന് മുന്നിൽ കൊടുത്ത ഉറപ്പാണ്. പത്മജ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഗതികേട് കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഈ പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞൊരു കുടുംബമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓ പറയൂ പത്മജ. ഘട്ടം ഘട്ടമായിട്ട് എടുത്തുതരാമെന്നായിരുന്നു അന്ന് സിദ്ദീഖ് MLA പറഞ്ഞിരുന്നത്. വീടിൻ്റെ പട്ടയം ഘട്ടം ഘട്ടമായിട്ട് എടുത്തു തരാമെന്ന്. ഈ ഘട്ടം ഘട്ടമായിട്ട് എടുത്തു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറൊന്ന് വിചാരിച്ചു നോക്ക്, ഇത് എത്ര കാലമാണ് ഇവരുടെ ഘട്ടം ഘട്ടം? അല്ലല്ല, അതിനകത്ത് ഒരു കൃത്യമായ ഉത്തരം വേണം. അത് എടുത്തു തരിക എന്നുള്ളതാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടിയിലെ നേതാക്കൾക്ക് വേണ്ടിയിട്ട് വീട് പണയപ്പെടുത്തിയ ഒരു നേതാവാണ്. യെസ് പത്മജ. എന്നെ പറ്റിച്ച പാർട്ടിയാണിത്, എൻ്റെ ജീവിതം നശിപ്പിച്ച പാർട്ടിയാണിത്. ഞങ്ങൾ നല്ലോണം കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ ജീവിതം തന്നെ അവർ മാറ്റിമറിച്ചു. ഇന്ന് ഓരോ ദിവസവും എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിപ്പം ഞാൻ മാത്രമേ എൻ്റെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാനുള്ളൂ. അങ്ങനത്തെ എന്നെ അഹങ്കാരിയായിട്ട് ബത്തേരിയിലത്തെ കോൺഗ്രസ് പ്രവർത്തകർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക ഇന്നും. അത് പത്മജ അറിയാവുന്നവരും ഈ വാർത്ത കാണുന്നവരും ഒക്കെ പത്മജയ്ക്കൊപ്പം തന്നെയുണ്ട്. അങ്ങനെ അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. പത്മജ അക്കാര്യത്തിൽ ഒരുപാട് സങ്കടപ്പെടേണ്ട. എന്തായാലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകും. നമുക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മളും ഒന്നുകൂടി അധികാരികളുമായി സംസാരിക്കാം. താങ്ക് യു പത്മജ ചേർന്നതിന്, ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന്. പത്മജയാണ് നമുക്കൊപ്പം ചേർന്നത്. പത്മജയ്ക്ക് കൊടുത്ത ഉറപ്പ് പാർട്ടി പാലിക്കണം. അത് NM വിജയൻ എന്ന നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ എന്ന പാർട്ടിക്ക് വേണ്ടി ആജീവനാന്തം പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്നൊരു നേതാവ് കാണിച്ച ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു നന്ദി പ്രകടനമാണ്. അത് ഔദാര്യമല്ല അത് എന്നുള്ളത് പ്രത്യേകം അറിയുക. പാർട്ടി ഏറ്റെടുത്തേ മതിയാവൂ ആ പ്രാരാബ്ധങ്ങൾ. അതല്ലെങ്കിൽ ആ കുടുംബം വീണ്ടും KPCC ഓഫീസിന് മുന്നിലെത്തുകയും സമരം ചെയ്യുകയും കൊച്ചിയിൽ വലിയ വാർത്തയായി മാറില്ലേ? എന്തിനാണ് തെരഞ്ഞെടുപ്പൊക്കെ എടുക്കാൻ പോകുന്നൊരു സാഹചര്യത്തിൽ അങ്ങനൊരു സാഹചര്യം ഒരുക്കുന്നത്? സത്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. താങ്ക് യു പത്മജ.